ഹായ് ഗേസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് മൈസൂർ കൊട്ടാരത്തിന് മുന്നിലോട്ടോ, മൈസൂർ പാലസിന് മുന്നിലോട്ടോ. പാലസ് കാണാൻ വേണ്ടി വന്നോട്ടോ. അവിടെ ടിക്കറ്റ് എത്ര, നിരക്ക്, എന്തൊക്കെ ഇപ്പോഴത്തെ നിബന്ധനകളൊന്നും നോക്കാം. ശരി, പോകാം നമുക്ക് വീഡിയോയിലോട്ട്. ഇതാണ് കൊട്ടാരത്തിന്റെ കവാടട്ടോ. ഫസ്റ്റിൽ ഇവിടെ എന്തൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ ഇവിടുത്തെ ഡിമാൻഡുകൾ എന്നൊക്കെ നോക്കട്ടെ, ഇതൊക്കെ പരിശോധിക്കണം എന്നൊക്കെ തോന്നുന്നു. ഈ കാണുന്നതാണ് അതിമനോഹരമായ മൈസൂർ കൊട്ടാരം. അടിപൊളി. പിന്നെ ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് മൈസൂർ കൊട്ടാരമെന്ന് കരുതുന്നു. അങ്ങനെ ഞാനിവിടെ ഇതിനുള്ളിൽ കയറിയിട്ടാ. ഇവിടെ ടിക്കറ്റ് 150 റുപ്യാണ് നമുക്ക്. കുട്ടികൾക്കാണെങ്കിൽ 50 റുപ്യ, സ്റ്റുഡൻസിനാണെങ്കിൽ 50 റുപ്യ, വിദേശികൾക്കാണെങ്കിൽ 1000 റുപ്യ ഒരാൾക്ക്. വിദേശികൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ 500 റുപ്യ. അപ്പോൾ 150 റുപ്യ എടുത്ത് കയറിയിട്ടാ. മൈസൂർ കൊട്ടാരത്തിനുള്ളിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ട്. പഴക്കം ചെന്ന ക്ഷേത്രങ്ങൾ ഒക്കെ ഒറ്റക്കല്ലിൽ, കരിങ്കല്ലിൽ പണിതീർത്ത ശിലകളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രധാന ക്ഷേത്രമാണ് ശ്രീ പ്രസന്ന കൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇനി പോകുന്നത് പാലസിലേക്കാണ് കേട്ടോ, കൊട്ടാരത്തിലേക്ക്. നേരെ പോകുന്നത് മൈസൂർ പാലസിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്. ചെരുപ്പ് ഇവിടെ അഴിച്ചു വെക്കണം, ഫ്രീ ആണ് കേട്ടോ, അതിന് പൈസ കൊടുക്കണ്ട. അതൊക്കെ നമ്മൾ ടിക്കറ്റ് ഉൾപ്പെടുത്തിയാണ്. കുറേ കാലമായിട്ടാണ് ആഗ്രഹിക്കുന്നൊരു മോഹമാണ് മൈസൂരിൽ പോയിട്ട് മൈസൂർ കൊട്ടാരം കാണണം, പാലസ് കാണണം എന്നൊക്കെ. അപ്പോൾ ഒന്നാണ് സാധിച്ചത്. കൊട്ടാരത്തിനകത്ത് ഒരുപാട് ഫോട്ടോകൾ കാണുന്നുണ്ട്. പഴയ കാലത്തെ എടുത്ത ഫോട്ടോകൾ, ബ്രിട്ടീഷുകാരായിട്ടുള്ള ഫോട്ടോകൾ. ഈ കാണുന്നത് പഴയ കാലത്തെ വീട്ടി തേക്കിൽ ഉണ്ടാക്കിയ ഓരോ തരം പെട്ടികളാണ്. പൈസപ്പെട്ടികൾ, രത്നങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഓരോ തരം പെട്ടികൾ. വർഷങ്ങളോളം പഴക്കമുള്ള പെട്ടികളാണ് കേട്ടോ. അതിങ്ങനെ സെൽഫിൽ അടക്കി വെച്ചിട്ടുണ്ട്. അധികം വീട്ടിയാണ്. പഴയ കാലങ്ങളിൽ കൊട്ടാരങ്ങളിൽ രത്നങ്ങളും പവിഴങ്ങളും സ്വർണ്ണ നാണയങ്ങളും സൂക്ഷിച്ചിരുന്ന പെട്ടികൾ. കൊട്ടാരത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇവിടെ കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ 150 റുപ്യ കൊടുത്തിട്ട് വന്നാലും നഷ്ടമില്ല. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. അവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ, പഴയ കാലത്ത് നടന്ന കാര്യങ്ങളും ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒരു തവണയെങ്കിലും മൈസൂർ വന്നാൽ നമ്മളത് മൈസൂർ വന്ന് എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഗതിയുണ്ട്. ഇവിടെ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മളെ മൈസൂർ പാലസ്.
ഇത് വർഷങ്ങളോളം പഴക്കമുള്ള വെള്ളിയിൽ കെട്ടിയ കണ്ണാടിയാണ് കേട്ടോ. രാജാക്കന്മാരും രാജ്ഞിമാരൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. അതുപോലെ പഞ്ചലോകത്തിൻ്റെ കസേരയാണ് ഈ കാണുന്നത് കേട്ടോ. പഞ്ചലോകം, ആനക്കൊമ്പ്, സ്വർണ്ണത്തിൽ കെട്ടിയ ആനക്കൊമ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. വെള്ളിയുടെ കസേര, പല തരത്തിലുള്ള കസേരകളുണ്ട് കേട്ടോ. പഴയകാലത്ത് വലിയ വലിയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു ഹാളിനകത്ത് നിറച്ച് പീരങ്കികളാണ് കേട്ടോ. പീരങ്കികൾ, അതുപോലെ പഴയ കാലത്തെ കുതിരവണ്ടികൾ, ഇതൊക്കെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ്. പഴയ കാലത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ടേ ഉപയോഗിച്ചിരുന്നതാണ്. അതൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഹാളിലാണ് വെച്ചിരിക്കുന്നത്. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കണ്ണാടിയാണ്. പഴയ കാലത്തെ ഉപയോഗിക്കുന്നൊരു കണ്ണാടിയാണ് ഇത്. കണ്ണാടി നോക്കിയാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കും. കണ്ണാടികൾ പഞ്ചമോഹറിന് നല്ല സൗന്ദര്യമാണല്ലോ ഉണ്ടാ. അതിൻ്റെ ഉള്ളിക്കാണ്ട് കിടന്നു കഴിഞ്ഞാൽ ഒരു ലോകമില്ല. ഒരു ഭാഗത്തുകൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് 4 വഴിയാണ്, അതിലൊരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ 4 വഴിയാണ്. അങ്ങനെ ഒരുപാട് നടക്കാണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ, പാലസിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് നടക്കാനുണ്ട്. വളരെ മനോഹരമായ ഓരോ തൂണുകൾ. ഇത് വേറെ മോഡൽ തൂണാട്ടാ. വേറെ സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമ്മളെ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള തൂണുകളാണ് കാണുന്നത്. ഞാനൊരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് മൈസൂർ വരാൻ സാധിക്കുന്ന സമയത്ത്, നമ്മൾ മൈസൂർ വരാൻ സാധിക്കുന്ന സമയത്ത് എന്തായാലും ഈ മൈസൂർ പാലസ് ഒന്ന് കണ്ടിരിക്കണം. വളരെ മനോഹരമാണ്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.